ചോദ്യം ചെയ്യും. ഇവിടുത്തെ എയർപോർട്ടൊക്കെ അവസ്ഥ എന്താണ്? അദാനിമാർക്കും അംബാനിമാർക്കും കൊടുത്ത ചരിത്രം ഇന്ത്യയിൽ BJP വന്നതിന് ശേഷം ഉണ്ടായിട്ടുണ്ട് അല്ലേ? നിങ്ങൾ ചെയ്ത എനിക്ക് രാജ്യത്തുള്ള പൊതു സ്ഥാപനം എയർപോർട്ട് എന്ന് പറഞ്ഞാൽ ഏത് പ്രവാസിയുടെയും വലിയൊരു കാര്യമാണ്. ഇപ്പൊ മലപ്പുറം എയർപോർട്ടിലെ റൺവേ കട്ട് ചെയ്തപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാനി സാഹിബ് പാർലമെന്റിലും അതുപോലെ തന്നെ സിവിൽ ഏവിയേഷൻ മന്ത്രിയുമായി സംസാരിച്ച് റൺവേ ഡെവലപ്പുമായി ബന്ധപ്പെട്ട് 800 കോടി രൂപ അത് റൺവേക്ക് സ്ഥലം ഏറ്റെടുക്കാനും അത് മണ്ണ് നികത്താനും വേണ്ടി വകയിരുത്തി. ഞാൻ പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് ഇവിടുത്തെ പാസ്പോർട്ട് ഓഫീസുകൾ നിർത്തൽ ചെയ്തു. അതുപോലെ റെയിൽവേ സ്റ്റേഷന്റെ ഡെവലപ്പിംഗ് നിർത്തൽ ചെയ്തു. ഇപ്പൊ റെയിൽവേ സ്റ്റേഷനുമായിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ റെയിൽവേ സ്റ്റേഷന്റെ ഘട്ടങ്ങളായ വികസനം അതാത് സർക്കാരിന്റെ കാലത്ത് ഇവിടുത്തെ MP-മാര് വേണ്ട ഇടപെടൽ നടത്തുകയും അതാത് കാലഘട്ടത്തിനനുസരിച്ച് പ്ലാറ്റ്ഫോമിന്റെ ഡെവലപ്മെന്റ് നടന്നിട്ടുണ്ട്. നിങ്ങളുടെ നിലപാട് ഇവിടെ LDF-ഉമായിട്ട് കൂട്ടുകെട്ടുണ്ട് എന്നുള്ളത് നിങ്ങളുടെ ഇടതുപക്ഷത്തിന്റെ അഫ്സലിന്റെ ചർച്ചയിൽ വന്നിട്ടുണ്ട്. ഞങ്ങൾ നേരിടുന്നത് ഇന്ത്യ ഗവൺമെന്റിന്റെ മതേതരത്വ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ അതിനെതിരെ ഇവിടെ BJP അധികാരത്തിൽ ഗവൺമെന്റ് ഇലക്ഷൻ നേരിടുന്ന സാഹചര്യത്തില് ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന സാഹചര്യം തൊട്ട് ദിവസം മുമ്പ് ഇവിടെ CA നടപ്പിലാക്കുമെന്ന് പറഞ്ഞുകൊണ്ടൊരു കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കാൻ വേണ്ടി ക്യാബിനറ്റ് ഡിസിഷൻ എടുത്തു. ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പറയാം, തെരഞ്ഞെടുപ്പിന്റെ വോട്ടിലാക്കിക്കൊണ്ട് വിഭജിക്കാൻ വേണ്ടിയിട്ട് മാത്രമെടുത്ത തീരുമാനമായി. ഞാൻ മറുപടി അങ്ങയുടെ അദ്ദേഹത്തിന്റെ ചോദ്യം ഒരു ദിശയിൽ നിന്ന് ആരംഭിച്ച് മറ്റൊരു ദിശയിലാണ് അവസാനിച്ചത്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ചോദ്യം രാജ്യത്തെ എയർപോർട്ടുകളെ സംബന്ധിച്ചായിരുന്നു. അങ്ങോട്ട് പറയട്ടെ, 2014 നരേന്ദ്രമോദി അധികാരത്തിലേറുന്ന സമയത്ത് രാജ്യത്ത് എത്ര എയർപോർട്ടുകളാണ് ഉണ്ടായിരുന്നത്? 74 എയർപോർട്ടുകളാണ് ഉണ്ടായിരുന്നത്. ഇന്ന് ഈ രാജ്യത്ത് എത്ര എയർപോർട്ട് ഉണ്ടെന്ന് അറിയോ? 149 എയർപോർട്ടുകളാണ്. ഡബിൾ ദ നമ്പർ. ഫംഗ്ഷണൽ എയർപോർട്ടുകൾ. അതായത് എയർപോർട്ടുകളുടെ എണ്ണം ഇരട്ടിയായി വർദ്ധിച്ചിട്ടുണ്ട്. അങ്ങേക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് പരിശോധിക്കാം, ഞാൻ വെറുതെ പറയല്ല. ശരി, ഞാൻ ഉത്തരം പറയട്ടെ. ഇനി ഇവിടുത്തെ പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിന്റെ കരിപ്പൂർ എയർപോർട്ട് ഇപ്പോഴും ഫംഗ്ഷണൽ ആയിട്ടുള്ള എയർപോർട്ടാണ്. അതെ, കരിപ്പൂർ എയർപോർട്ടിന്റെ ചിറകരിഞ്ഞത് BJP ആണ്. ആർക്കാ സംശയമുള്ളതില്? ഇപ്പോഴും വലിയ ഫ്ലൈറ്റുകൾ ഇറങ്ങാൻ കഴിയില്ലെന്ന് പറഞ്ഞ് നിയമപരമായി ശരി. ഇനി പാസ്പോർട്ട് സേവാ കേന്ദ്രവുമായി ബന്ധപ്പെട്ട വിഷയം ഞാൻ പറയാം. 2019 കേന്ദ്ര സർക്കാർ വളരെ കൃത്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ മുഴുവൻ ലോക്സഭാ മണ്ഡലങ്ങളിലും ഓരോ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ ഉണ്ടാവും എന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിന് ഒരു പാസ്പോർട്ട് സേവാ കേന്ദ്രം ഉണ്ടെന്നത് 2019 പ്രഖ്യാപിക്കപ്പെട്ടതാണ്. മാനദണ്ഡമായി പറഞ്ഞത് എന്താണ്? പോസ്റ്റ് ഓഫീസുകളോടനുബന്ധിച്ചിട്ടായിരിക്കും പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് പോസ്റ്റ് ഓഫീസുകൾക്ക് സ്വന്തമായി കെട്ടിടം ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ളതാണ്. പൊന്നാനി മണ്ഡലത്തിൽ 2 സ്ഥലങ്ങൾ ഈ പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിന് വേണ്ടി മത്സരിക്കുന്നുണ്ട്, ഞാൻ മനസ്സിലാക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ. കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാനും ബഹുമാനപ്പെട്ട വിദേശകാര്യ സഹമന്ത്രിയെ കണ്ടിട്ടുള്ളതാണ്. അതായത് പൊന്നാനി നിയമസഭാ മണ്ഡലത്തിൽ നിന്നും തവനൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും ഒരുമിച്ച് ആവശ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പൊന്നാനി നിയമസഭാ മണ്ഡലത്തിൽ ഇതുവരെയായിട്ടും പോസ്റ്റ് ഓഫീസിന് സ്വന്തമായിട്ട് കെട്ടിടം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇവിടെയുള്ള ഭൂമി ഏറ്റെടുത്ത് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നത്തിലാണ്. അങ്ങയുടെ ചോദ്യം എനിക്ക് മനസ്സിലായി.